ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ ചോറ് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഓണത്തിന് ഇലയിൽ വിളമ്പാൻ നല്ല മഞ്ഞ കളറിലെ ഒരു കറി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ചുമന്ന വെണ്ടയ്ക്കയാണേ. വൃത്തിയാക്കി വളരെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് വറുത്തങ്ങ് എടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം. കൂടുതൽ ഐറ്റങ്ങളൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളത് കോരി എടുക്കുകയാണ്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. വെണ്ടയ്ക്കയെല്ലാം കോരി എടുത്തതിന് ശേഷം നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സവാള അരിഞ്ഞതിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വഴട്ടിയെടുത്തു. അതിനകത്തോട്ട് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, തോനെ വേണ്ട, പിന്നെ കായപ്പൊടിയാണ് കേട്ടോ, അതും ഇട്ടു. പിന്നെ ഉലുവാപ്പൊടിയും, ഇത്ര സംഭവങ്ങളിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടേ. ഇനിയപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നല്ല കട്ട തൈര്, വലിയ പുളിപ്പില്ലാത്ത കേട്ടോ, അതുകൂടെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി, കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് മിക്സ് ചെയ്യുവാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി, തീ കൂട്ടിയൊന്നും വെക്കണ്ട. എന്നിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. തൈരിന് കൂടുതൽ വേവിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ നല്ല പാകത്തിനാണ്. പിന്നെ കറി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ നേരത്ത് വേണമെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് ഇടണേ. കാരണം തൈരല്ലേ, അപ്പം ഉപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. വലിയ ഐറ്റങ്ങളൊന്നും ആഡ് ചെയ്യാതെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക കറി. അതുപോലെ തന്നെ ഇത് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിനും അല്ലാത്തപ്പോഴും ഒക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.